പിന്നെ ഈ കൂടെയുള്ളവർക്ക് പണി കൊടുക്കുമ്പോഴേ ഏതെങ്കിലും വഴിയിൽ അത് തിരിച്ചു വരുമെന്ന് ചെറിയമ്മ ഓർക്കുന്നത് നന്നായിരിക്കും. എന്താണ് നോക്കിയിരിക്കുന്ന? വണ്ടി എടുക്ക്. ശരി മാഡം. ആ AC ഒന്ന് നേരെ വെച്ചേര് ചെറിയമ്മേ, നല്ല ചൂടുണ്ടാവും. എന്താടോ ഇവിടെ ഒന്നും നടക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലേ വേണം, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ആയാലും എങ്ങനെ തീരാനാണ് സാർ? എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഇനിയിപ്പോ നിർത്താനുള്ള ദിവസമേ നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. എന്താണോ ഇത്? ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നേ? ഓരോന്നിനെ കെട്ടിയെടുത്തോണ്ട് വന്നോളും. മാഡം, ഇന്നത്തെ ലൊക്കേഷൻ റെന്റ് കൊടുക്കണമായിരുന്നു. ക്യാഷ് റോഡെന്ന് പറഞ്ഞാൽ നേരം വെളുത്ത തുടങ്ങും കാശ് കാശെന്നും പറഞ്ഞു. തനിക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലേ? അല്ല മാഡം, ഒന്ന് പോടോ മുമ്പിന്ന്. പോയ സ്ഥലത്ത് നിന്ന് എന്തോ പണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തേലോട്ടെ. അതാ ആകെ നാണക്കേടായല്ലേ മുത്തശ്ശി? വീട്ടിലുള്ളവരെ മാത്രല്ല, നാട്ടുകാരെയും കൂടെ അവള് കയ്യിലെടുത്ത് വെച്ചിരിക്ക. ഇതെന്താടി ഇവക്ക് ഇത്ര മഹത്വം? കാണുന്നവരെ ഒട്ടിപ്പിടിച്ചോളൂ. അതിനല്ലേ അച്ഛൻ പറയുന്നേ, ദൈവാനുഗ്രഹം. ദൈവം തമ്പുരാൻ തൊട്ട കുഞ്ഞ് തേങ്ങാ കൊല. മുത്തശ്ശി, ഇന്ന് നമ്മൾ നാണം കെട്ടതിന് പകരം വീട്ടിയെ പറ്റൂ. പണ്ടത്തെ പ്രിയങ്കയും സുകുമാരി അല്ല അവിടെ നാണം കെട്ടത്, കോടീശ്വരികളായ പ്രിയങ്കയും സുകുമാരിയാ. അതിന് വേണ്ടത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. ഈ സിനിമ പിടുത്തം നമുക്ക് രണ്ടാമത്തെ കാര്യ. ഒന്നാമത്തെ കാര്യം അവനെ അവളെ തീർക്കുക എന്നുള്ളതാ. അതിനൊരു മാർഗം കണ്ടെത്തണം.